ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇത് ഡാലസിലുള്ള വേൾഡ് അക്വേറിയം. USA ടെക്സാസ് സ്റ്റേറ്റിലുള്ള ഒരു സിറ്റിയാണ് ഡാലസ്. ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് ഡാലസ് ഡൗൺ ടൗണിലാണ്. ഡൗൺ ടൗൺ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് സുഖമായി പാർക്കിംഗ് കിട്ടും. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. അക്വേറിയത്തിൻ്റെ അടുത്തുള്ള ഔദ്യോഗിക പാർക്കിംഗ് ലോട്ടിലാണെങ്കിൽ പാർക്കിംഗ് ചാർജ് സാധാരണയായി വരുന്നത് $8 മുതൽ ഒരു $15 വരെയൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലായി മുൻകൂട്ടി റിസർവ് ചെയ്യുന്ന പാർക്കിംഗ് ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതിൻ്റെ ചാർജ് വരുന്നത് $10 ആണ്. അടുത്തൊക്കെ കുറേ പാർക്കിംഗ് ലോട്ടുകളും സ്ട്രീറ്റ് മീറ്ററുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്കതിൽ കുറഞ്ഞ നിരക്കിൽ പാർക്കിംഗ് ലഭിച്ചേക്കാം, പക്ഷേ അതിനൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ എത്തേണ്ടി വരും. ഇന്ന് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ? അപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും എൻ്റെ കൂടെ പോരുമല്ലേ? ഡാലസ് വേൾഡ് അക്വേറിയം. ഈ പേര് കേൾക്കുമ്പോൾ ഇത് ഒരു അക്വേറിയം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുക അല്ലേ? പക്ഷെ അകത്ത് കയറിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ റെയിൻ ഫോറസ്റ്റ് മുതൽ സൂ, അക്വേറിയം എല്ലാം ചേർന്ന ഒരു അത്ഭുതമായൊരു ലോകം തന്നെയാണ് കേട്ടോ. മൂന്ന് നിലകളിലായി വളരെ മനോഹരമായാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ അനുഭവമാണ്. ചുറ്റും ഉയരമുള്ള മരങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ ചെടികൾ, വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ അരുവികൾ എല്ലാം ചേർന്ന് യഥാർത്ഥ മഴക്കാട്ടിലൂടെ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇവിടെ സമുദ്രജീവികൾ മാത്രമല്ല, പക്ഷികൾ, കുരങ്ങുകൾ, സ്ലോത്തുകൾ, പെൻഗ്വിനുകൾ, മനറ്റികൾ തുടങ്ങിയ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേകം ജീവികളെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അതുപോലെ തന്നെയാണ് പ്രകൃതി അതിൻ്റെ യഥാർത്ഥ ഭംഗിയിൽ നമുക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ഈ ഒരു റെയിൻ ഫോറസ്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. സാധാരണയായി നമ്മൾ അക്വേറിയത്തിന് ഉള്ളിൽ കാണുന്ന കടൽ ജീവികൾ മാത്രമല്ല, ഇവിടെ ഒരു യഥാർത്ഥ മഴക്കാടിൻ്റെ അന്തരീക്ഷം പോലെ ഒരുക്കിയിട്ടുണ്ട് ഇവർ. ചുറ്റും നിറയെ പച്ചപ്പ്, ഉയരത്തിലുള്ള മരങ്ങൾ, പ്രകൃതിയുടെ നടുവിലൂടെ നമ്മളിങ്ങനെ നടക്കുന്ന പോലെ ഒരു അനുഭവമാണ്. പ്രകൃതിയെ അടുത്തറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് പല രാജ്യങ്ങളിലെ പല
തരത്തിലുള്ള ജീവികളെ ഒരിടത്ത് ഒരുമിച്ച് കാണാനുള്ള ഒരു മനോഹരമായ ഒരു അനുഭവം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സീ കൗ, അതായത് മനറ്റി. ഇത് ഒരു സമുദ്ര സസ്തിനിയാണ്. അതായത് തിമിംഗലങ്ങളെയും ഡോൾഫിനെയും ഒക്കെ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാൽ കൊടുത്ത് വളർത്തുകയൊക്കെ ചെയ്യുന്ന ജീവി. എന്തൊരു ഭംഗിയല്ല ഇതിനെ കാണാൻ. കാണുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആനയൊക്കെ കാണുന്ന ഒരു ഫീലാണ്. പശുവിനെ പോലെ തന്നെ ഇത് പ്രധാനമായും ജലസസ്യങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സീ കൗ എന്ന പേര് വന്നത്. ഡാലസ് അക്വേറിയത്തിലെ ഏറ്റവും ആകർഷണമായ ഒന്നാണ് ഈ ടണൽ പോലെയുള്ള വലിയ ഫിഷ് ഏരിയ. ഇവിടെ ശ്രദ്ധേയമായ ഒരു ജീവികളിൽ ഒന്നാണ് ഈ സോഫിഷ്. ആദ്യ കാഴ്ചയിൽ നമുക്ക് ഷാർക്കാണെന്നൊക്കെ തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു റേ കുടുംബത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അരിവാള് പോലെയാണ് ഇതിൻ്റെ മൂക്ക് വരുന്നത്, ഫ്രണ്ട് ഭാഗം. ഈ ഒരു സോ ഉപയോഗിച്ചാണ് ഇത് വെള്ളത്തിനടിയിലെ ഇരകളെ കണ്ടെത്തുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിന് സോഫിഷ് എന്ന പേര് വന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട് കേട്ടോ. ഞാൻ മുഴുവനായൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത തവണ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.